ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലുള്ള സ്വർഗം ഫിഷ് ലാൻഡിലാണ്. 2-3 ദിവസമായി വയനാട്ടിൽ കൂടെ കറങ്ങിയിട്ടും സ്ഥലങ്ങളൊന്നും കാണിക്കാൻ കൊണ്ടുപോയില്ലെന്ന പരാതി കാരണം വയനാടിൻ്റെ സ്വന്തം ഷാജിയേട്ടൻ കൊണ്ടുവന്ന ഒരു വെറൈറ്റി സ്ഥലമാണിത്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. ഫിഷ് ലാൻഡ് എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഏതോ ഒരു അക്വേറിയം ആയിരിക്കുന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നമ്മൾക്ക് പ്രതീക്ഷയ്ക്ക് അപ്പുറമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു വിന്നീസ് വൈറൽ വീഡിയോസ്. ഇപ്പം നമ്മളുള്ളത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ അമ്മായി പാലം എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ സ്വർഗം ഫിഷ് ലാൻഡിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കൂടെ ഇപ്പം ഇതിൻ്റെ ഓണറായിട്ടുള്ള ഫൈസിലക്ക ഉണ്ട്. ഹായ് ഫൈസിലക്ക. അപ്പം ഫൈസിലക്കയുടെ ഒരു 3 ഏക്കർ സ്ഥലമാണിത്. 3 ഏക്കർ സ്ഥലത്ത് ഇപ്പം ഫൈസിലക്ക ഇവിടെ കുളം തുടങ്ങിയത് മീൻകുളമാണ്. അപ്പം അതിൻ്റെ പറ്റിയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ. എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ 2 സൈഡിലായിട്ട് നമുക്ക് കുളം കാണാം. നടുക്കുള്ള വിശാലമായ സ്ഥലത്ത് ഇവിടെ ഊഞ്ഞാലുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഈവനിങ് ടൈമിലൊക്കെ ഫാമിലിയായിട്ട് വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണിത്. ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് വെള്ളത്തിലേക്ക് ഇറക്കി ചെറിയ ഹട്ട് പോലെ കെട്ടിയിട്ടുണ്ട്. അവിടെ നമുക്ക് ഇരുന്ന് മീൻ പിടിക്കുവാനും മീന് തീറ്റ കൊടുക്കാനുമുള്ള സ്ഥലമാണ്. ഇത് വെള്ളത്തിലേക്ക് ഇറങ്ങിയാണ് നിൽക്കുന്നത്. ഇവിടെ വെള്ളത്തിന് നടുക്കിരുന്നുകൊണ്ട് തന്നെ മീൻ പിടിക്കുന്നൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവമായിരിക്കും. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് മീനുകൾ ഇങ്ങനെ തീറ്റ തിന്നാൻ വേണ്ടി മുകളിലേക്ക് വരുന്നത് കാണാം. ഒരുപാട് ആൾക്കാരൊക്കെ ഇവിടെ വന്നിരുന്നിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് എൻട്രൻസ് ഫീ ഒന്നുമില്ല. നമുക്ക് എപ്പോൾ വേണേലും അകത്തേക്ക് വരാം. ഇവിടെ ചൂണ്ടയിടാൻ വേണ്ടി സാധാരണ കൈച്ചൂണ്ടയ്ക്ക് 30 രൂപയും ഏറ് ചൂണ്ടയ്ക്കാണെങ്കിൽ 50 രൂപയാണ് റേറ്റ്. നമുക്ക് ഇവിടുന്ന് തന്നെ ചൂണ്ട മേടിച്ചിട്ട് അവർ തന്നെ ഫീഡ് തരും. അത് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അതിനുശേഷം കിലോയ്ക്ക് 200 രൂപ വെച്ചിട്ടാണ് ഇവിടുത്തെ റേറ്റ്. നമ്മൾ പിടിച്ച മീനെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. അതുമല്ലെങ്കിൽ ഇവരുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഫ്രൈ ചെയ്തോ കറിയാക്കിയോ നമുക്ക് തരും. ഇവിടെ കപ്പയും പൊറോട്ടയും റൈസും ഒക്കെ അവൈലബിൾ ആണ്. ഇവിടെ തന്നെ അവരുടെ സ്വന്തം കിച്ചണുണ്ട്. ഈ നേരെ ഫ്രണ്ടിലോട്ട് കാണുന്നതാണ് കിച്ചൺ. പിന്നെ പുറത്ത് തന്നെ നമുക്ക് ഇരുന്ന് കഴിക്കാനുള്ള എല്ലാ സൗകര്യവും ഇവിടെയുണ്ട്. ഇതാണ് സ്വർഗം ഫിഷ് ലാൻഡിൻ്റെ കിച്ചൺ ഏരിയ. ഇവിടെ തന്നെ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സും ഐസ്ക്രീമും മുട്ടകളും എല്ലാം അവൈലബിൾ ആണ്. ഒരു നല്ലൊരു ആംബിയൻസിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു നല്ല സൂപ്പർ സ്ഥലമാണിത്. ഇതാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള കഴിച്ചുണ്ട. ഇത് നമ്മൾ കിച്ചൻ്റെ അടുത്തായിട്ട് തന്നെ കുറേ ചൂണ്ടകൾ വെച്ചിട്ടുണ്ട്. 30 രൂപയാണ് ഇതിന് റേറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫീഡ് തരുന്നുണ്ട്. ഏറ് ചൂണ്ടയാണെങ്കിൽ റോളായിട്ടാണ്, അത് 50 രൂപയാണ് റേറ്റ്. അത് രണ്ടിൻ്റെയും കൂടെ നമുക്ക് ഫീഡ് കിട്ടും. അപ്പോൾ ഫൈസലൊക്കെ നമുക്ക് ഇവിടുന്ന് മീനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആക്കിയും കറി വെച്ചിട്ടും പിന്നെ കപ്പയും കൂട്ടി കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാനായിട്ട്. ഏതായാലും അവിടം വരെ ഒന്ന് ചെന്ന് നോക്കാം. ഓക്കെ, നാളെ നിങ്ങൾക്ക് നിങ്ങളെ നമ്പർ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് ആ സൈഡല്ലേ അവിടെ ചാടുന്ന നിർത്താം. അതൊക്കെ ഫിഷാണ്. ഇതുണ്ടോ? അവിടെ ഇതൊക്കെ ഫിഷാണ്. നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങുമോ? ഇല്ല, ഇറങ്ങി പിടിക്കും. വല വെച്ച് കോരും. നമ്മൾ ആദ്യമൊക്കെ കൊടുത്തിരുന്നത് വല വെച്ച് കോരി കൊടുക്കലായിരുന്നു. കോരി മൊത്തം മീൻ വലിച്ച് സൈഡിൽ കൂട്ടും. എന്നിട്ട് ലോറി കയറ്റി വിടല. എന്തൊക്കെ മീനുണ്ട് ഇവിടെ? ചെമ്പല്ലി, ഇവിടെ കട്ട്ലുണ്ട്, റോഗുണ്ട്, ചെമ്പല്ലി ഉണ്ട്, ഗിഫ്റ്റ് തിലാപ്പിയ ഉണ്ട്, വാള ഉണ്ട്, നെട്ടർ, വെള്ളാകോലി വരുന്ന ആ സാധനം ഉണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. അപ്പോൾ ഏതാ കിട്ടുക നമുക്ക് പറയാൻ പറ്റും? കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഏത് മീനാണോ ചൂണ്ടയിൽ കൊടുക്കുന്നത് ആ മീൻ കിട്ടും. പിന്നെ കൂടുതൽ ഇപ്പോൾ വാളയാണ് പിടിക്കുന്നത്. കാരണം എന്താ പറയുക, വാള കുറച്ച് അറ്റാക്ക് ചെയ്യും. മറ്റുള്ള മീനെ തീറ്റെടുക്കാൻ സമ്മതിക്കില്ല. വാള പെട്ടെന്ന് ചാടിക്കറി തീറ്റെടുക്കും. അതൊരു പ്രശ്നമാണ്. നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയാണ് തുടങ്ങിയത്? ഇത് തുടക്കം ശ്രദ്ധയിൽ എനിക്ക് വീട്ടിലൊരു ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുളത്തിൽ മീനെ വളർത്തി മീൻ നല്ല നമ്മളുമായിട്ട് ഭയങ്കരമായിട്ട് ഇണക്കം വന്നപ്പോൾ പിന്നെ അത് കുറച്ച് വിപുലമാക്കണം തോന്നി. അങ്ങനെയാണ് ഇവിടെ ഒരു 5 വർഷം മുന്നേ ഇവിടെ ഈ മീൻ കൃഷി ചെയ്യുക എന്ന് തോന്നിയിട്ട് ഇവിടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് വന്നു. മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഹോൾസെയിലൊക്കെ കൊടുക്കുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള വില കിട്ടുള്ളൂ. നമ്മൾ മീൻ കുഞ്ഞിന് ഇറക്കുന്ന പൈസ പോലും തിരിച്ച് കിട്ടാത്തൊരവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞപ്പോൾ
പിന്നെ ഹോൾസെയിൽ കൊടുക്കുമ്പോൾ അത് റീറ്റെയിലാക്കി 10-20 ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തുകൊണ്ട് ഒരു 10 ഗുഡ്സ് വെച്ച് ഞാൻ റീറ്റെയിലാക്കി. അപ്പോഴൊരു ഒരു ഗുഡ്സിന് ഏകദേശം 13,500 രൂപ ചിലവ് വരുന്ന ഒരു സാഹചര്യം വന്നു. അപ്പോൾ ആ ചിലവിനെ എങ്ങനെ പിടിച്ചെടുത്താൽ, ചിലവുകൾ എങ്ങനെ പിടിച്ചെടുത്താൻ എന്നുള്ള ആലോചനകൾ ഇങ്ങനെ കൂടുതലായി. ഒറ്റയ്ക്കല്ല ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ കൂടുതൽ ചിലവിനെ പിടിച്ചെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ആളുകൾ വന്ന് ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയാണെങ്കിൽ ഞാൻ മീൻപിടുത്തക്കാരന് 3,000 രൂപ കൂലി കൊടുക്കണം ഒരു പ്രാവശ്യം പിടിക്കുകയാണെങ്കിൽ. ആ പൈസ ലാഭിക്കാം. അതുപോലെ തന്നെ ഈ കച്ചവടക്കാരെ, നമ്മൾ പണിക്കാരെ നിർത്തുന്ന പണിക്കാരെ ലാഭിക്കാം എന്നൊക്കെ തോന്നിയപ്പോഴാണ് ആളുകൾ വന്ന് ഇരിക്കാനും അവർക്ക് വിശ്രമിക്കാനും പോരാതെ ചൂണ്ടയിടാനൊക്കെ പറ്റുന്ന ഓരോരോ സംഗതികൾ വേണം എന്ന് തോന്നിയുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അങ്ങനെ ഉണ്ടാക്കി ഇപ്പോൾ പിന്നെ എല്ലാവരും വരുന്നുണ്ട്, നല്ല പിന്നെ ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഞാൻ സംതൃപ്തനാണ്. എന്താണെന്ന് വെച്ചാൽ സമ്പത്ത് കൊണ്ടല്ലെങ്കിലും മനസ്സുകൊണ്ട് സംതൃപ്തനാണ്. എന്താണ് ഇതിൻ്റെ ഇത് മിക്സ്? അത് നമ്മൾ ഫിഷ് ഫുഡാണ്. ഇത് പെല്ലറ്റാണ്. പെല്ലറ്റ്, ഗ്രോവലിൻ്റെ പെല്ലറ്റാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ചൂണ്ടേൻ്റെ ഉള്ളിൽ നടുക്കിൽ നമ്മളൊരു സോയാബീൻ, ചെറിയൊരു സോയാബീൻ ഇടും, ചൂണ്ടയിൽ കൊളുത്തും. ആ സോയാബീൻ്റെ മുകളിലാണ് പെല്ലറ്റ് നമ്മൾ കവർ ചെയ്യുള്ളൂ. കാരണം ഈ സോയാബീൻ ഈ പെല്ലറ്റിനെ അവിടെ നിർത്തും, മറ്റത് ചൂണ്ടയിൽ നിന്ന്. അപ്പം അങ്ങനെയാണ് ഇപ്പോൾ നിർത്തുന്നത്. കുഴപ്പമില്ല, അതിൽ മീൻ പിടിക്കുന്നുണ്ട്, ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്. അവിടെ നിന്ന് കുറച്ചും കൂടെ പെട്ടെന്ന് കിട്ടൂലേ? അവിടെ നിന്നിട്ട് വേഗം കിട്ടും. നമുക്ക് ഇവിടെ നിന്നാകുമ്പോൾ കുഴപ്പമില്ല, എവിടെയാണെങ്കിലും കുഴപ്പമില്ല, മീൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരൂലേ. അവിടെയാണ് ചാടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ഈ അനക്കല്ലാത്ത സ്ഥലത്തിരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി മീനുകൾ കിട്ടും. ഓക്കെ, അങ്ങനെയുണ്ട്. നമ്മൾ അതിപ്പോൾ ആ കൂട്ടം നിൽക്കുന്നത് വാളയാണത്. അത് ഒന്നിച്ച് നിന്ന് മറയുക ചെയ്യുക, ഒന്നിച്ചൊരു കൂട്ടായിരിക്കും. ഇതാകുമ്പോൾ ചിലപ്പോൾ മാറ്റങ്ങളുണ്ടാവും. ഏതെങ്കിലും നല്ല മാറ്റങ്ങളുണ്ടാവും ചിലപ്പോൾ കേട്ടോ. അങ്ങനെ മൊത്തം എടുത്തു ഫുള്ള് കയ്യിൽ പിടിക്കുക. അപ്പോൾ പിടിക്കുമ്പോൾ അങ്ങോട്ട് വലിക്കും. ലൂസ് പിടിച്ചതിന് ശേഷം മീൻ എടുക്കുമ്പോൾ നമുക്കിവിടെ അറിയും. ഓക്കെ. ഇതിന് ലൈസൻസ് എന്തെങ്കിലും വേണോ? പിന്നെ ഇത് ഫിഷറീസിൻ്റെ ഇതിലാണ് ചെയ്യുന്നത്. അല്ല, ഫിഷറീസാണ് ഇതിൻ്റെ നമുക്ക് പരിപൂർണ പിന്തുണ തരുന്നത്. കേരള ഫിഷറീസാണ്. അവർ ആഴ്ചയിൽ എന്ന് പറയുന്ന ഒരു ദിവസം എന്താണെങ്കിലും അവർ വന്ന് നോക്കും. അവർ ഫിഷിന് വല്ല എന്തെങ്കിലും കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ പരിശോധന നടത്തും. പിന്നെ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, വെള്ളത്തിൻ്റെ pH കാര്യങ്ങളൊക്കെ നോക്കാനും അവർ വേണ്ട നിർദ്ദേശങ്ങൾ നമുക്ക് തരും, കറക്റ്റ് ടൈമിങ്ങിന് തരും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ അവർ നമുക്ക് പിന്നെ പരമാവധി കുഞ്ഞുങ്ങൾ അവർ തരും, ബാക്കി പോരാത്തത് നമ്മൾ മേടിക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ കുറേ തീറ്റയൊക്കെ തന്നിരുന്നു. അത് പിന്നെ ചില ടൈമിൽ ഫസ്റ്റ് തുടക്കത്തിലൊക്കെ തീറ്റ തന്നിരുന്നു, പിന്നെ എല്ലാ കർഷകർക്കും കൊടുക്കണമല്ലോ. അതുകൊണ്ട് കുറേ കർഷകരുണ്ടോ വയനാട്ടിൽ? വയനാട്ടിൽ ചെറുകിട കർഷകരുണ്ട്, കുറേ. വലുതായിട്ട് ചെയ്യുന്ന കുറച്ച് ആളുകളേ ഉള്ളൂ. പക്ഷേ ഇത് ഒരിക്കലും ലാഭകരമല്ല ഈ സാധനം. മീൻ കൃഷി ലാഭകരേ അല്ല. ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, ഇത്രയും മെയിൻറ്റെയിൻസ് ചെയ്യണ്ടേ? മെയിൻ്റെനൻസ് എല്ലാത്തിനും തീറ്റ ഫുഡിന് ഭയങ്കര റേറ്റാണ്. വെള്ളത്തിന് ഒരു ചാക്കിന് 2,000 രൂപ വിലയാണ്. നമുക്ക് ഇതിലേക്ക് 3 ചാക്കാണ് പെടുന്നത്. 6,000 രൂപ പെല്ലറ്റിന് വേണ്ടി മാത്രമാണ് ഒരു ദിവസം. എല്ലാ ആളുകളും മുനിസിപ്പാലിറ്റിയാണ്, സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലാണ് ഇതുള്ളത്. മുനിസിപ്പാലിറ്റീൻ്റെ ഭാഗത്തു നിന്നൊക്കെ വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു മാനസികമായിട്ട് കുറച്ച് സംതൃപ്തിയാണ്. മറ്റേ ബുദ്ധിമുട്ടിക്കലൊന്നുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല. അവർ പരമാവധി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾക്കൊക്കെ നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് കാട്ടിക്കൊടുക്കും. ഇത് നമ്മളെ മുനിസിപ്പാലിറ്റി പെട്ടതെന്ന് പറയും. അങ്ങനെയൊക്കെ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഉദ്യോഗസ്ഥലത്തു നിന്നൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ സംതൃപ്തനാണ്. എന്നുകൊണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികപരമായിട്ടല്ല, മാനസികപരമായിട്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിരുന്ന കഴിഞ്ഞ 5 വർഷം ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്ന് ഈ മീനിനെയും നോക്കി, എന്താ പറയുക, 1 വർഷം പോലും വീട്ടിലേക്ക് അരി വാങ്ങാൻ പൈസ കിട്ടിയിട്ടില്ല. അത്രയും പ്രയാസത്തിലേക്ക് പോയി ഈ സംഭവം. അപ്പം ഞാൻ ചിന്തിച്ച് ഈ കർഷകർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഫെസ്റ്റൊക്കെ വെക്കും. വയനാട്ടിലെ എല്ലാ കുളങ്ങളിലെയും മീൻ ഞാനിവിടെ ഫെസ്റ്റിൽ സെയിൽ ചെയ്യും. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടടിച്ചിട്ട് എല്ലാ കുളങ്ങളിലുള്ള മത്സ്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള മത്സ്യങ്ങൾ ഇതേമാതിരി അവിടെ കൂടുണ്ട്. അതേമാതിരി കൂടുകൾ അടിച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കണം എന്നുള്ള ആഗ്രഹക്കാരനാണ്. അതുപോലെ തന്നെ ഒരു വിപണി കണ്ടെത്തുക. വയനാട്ടിൽ നമുക്കൊരു വിപണി കണ്ടെത്തുക. ഇത് ഒരു ഫിഷിൻ്റെ നമ്മളെ വളർത്തു ഫിഷിൻ്റെ ഒരു ഹബ്ബായി മാറ്റുക. എല്ലാ സ്ഥലത്തും മീനെടുത്ത് ഇവിടുന്ന് സെയിൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അതാണ് ലക്ഷ്യം. ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇങ്ങനെയുള്ള പുതിയ സംരംഭങ്ങൾ വരണം.
അങ്ങനെയുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ചാൽ നമ്മളെല്ലാവരും ജോലി ഗവൺമെൻറ് ജോലി വേണം, അല്ലെങ്കിൽ കമ്പനികളിൽ വർക്ക് ചെയ്യണം, അങ്ങനെയല്ല. ഇതിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബാക്കി എല്ലാ ഫിഷിനാണെങ്കിലും എന്ത് കാര്യത്തിലും ഇറച്ചിക്കാണെങ്കിലും പുറത്തുള്ള സംസ്ഥാനത്തെയാണ് അത് ആശ്രയിക്കുന്നത്. അത് മാറ്റം എടുക്കണം. എല്ലാവരും കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, കർണാടകയിൽ നിന്ന് വരുന്ന അത് വിഷമാണ്, ഇത് വിഷമാണ്. എന്തുകൊണ്ട് നമുക്കുണ്ടായിക്കൂടാ? അതിനെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. നമുക്ക് കുറ്റം പറയാനേ അറിയത്തുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വന്നാൽ മാത്രമേ അതൊരു എക്സാമ്പിളായിട്ട് മറ്റുള്ളവർക്ക് ആവണം. അതുകൊണ്ട് നമ്മുടെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും ഉണ്ടായിരിക്കും. ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ ഒരു ഫൈസൽ. ആ. ഞാൻ ഇവിടെ തൊട്ടടുത്ത് മലവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഞാനും എൻ്റെ ഫാമിലിയാണ് ഈ കിച്ചണും സാധനമൊക്കെ നടന്നത്. എൻ്റെ ഭാര്യയും കുടുംബവും എത്തിയിട്ടില്ല അവിടെ. അവർ പിന്നെ മോനും ഞാനും എൻ്റെ ഭാര്യയും എല്ലാവരും കൂടെ നിന്നുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വളരെയധികം സംതൃപ്തരാണ്. എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും രാവിലെ വരുന്നു, ഒന്നിച്ച് ഇവിടുന്ന് പരിപാടിയൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു 10-10:30 മണിയാകുമ്പോൾ പോകുന്നു. ഇവിടെ ഞങ്ങൾ സ്വർഗ്ഗം ഫിഷ് ലാൻഡ് രാവിലെ 10 മണിക്ക് തുറക്കും, രാത്രി 10 മണി വരെ ഞങ്ങളെ പ്രോഗ്രാം പരിപാടി ഉണ്ടാവും. പിന്നെ കുട്ടികൾക്കൊക്കെ സ്റ്റേജ് പ്രോഗ്രാമൊക്കെ ഫെസിലിറ്റികളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഡാൻസ് ചെയ്യും, പിന്നെ സെറ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആളുകൾ പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ പാർട്ടി, ബർത്ത്ഡേ പാർട്ടി അങ്ങനത്തെ എല്ലാം ഇഷ്ടംപോലെ നടക്കും. നമ്മളതിന് പ്രത്യേകിച്ച് ഒരു ഫീസ് ഒന്നും ഈടാക്കാറില്ല. അവര് വരും, അവരെല്ലാവരും കൂടെ വരും, അവിടെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും. അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു വല്ല ചായയോ അല്ലെങ്കിൽ മീൻ ഫിഷ് വറുത്തോ ഒക്കെ കഴിക്കും. വേറെ ഒന്നുമില്ല. അതിനൊരു നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കും കൂടെയാണ്. കാരണം വെച്ചാൽ നമുക്ക് അല്ലാതെ ഒരാൾ മീൻ മേടിക്കാൻ വരുന്നില്ല. ഇതിപ്പോൾ ശരിക്കും ആൾക്കാർക്ക് ഈവനിങ് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല, അങ്ങനെ വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. 4 പേരോട് പറയും. ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ചേട്ടൻ അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഞാൻ ഇവിടെ കുറേ ബർത്ത്ഡേ പാർട്ടിക്ക് അവസരം കൊടുത്തപ്പോൾ അവർ പിന്നീട് നമുക്ക് ഒന്നും തരാതെ പോകുന്നൊരു വിഷമമുണ്ട്. നമുക്കൊന്നും തരുന്നില്ലല്ലോ. അവർ കേക്ക് കൊണ്ടുവന്ന് മുറിച്ചു, അവർ കഴിഞ്ഞു, അവർ പോകുമ്പോൾ കുറച്ച് ചായയൊക്കെ കുടിച്ച് ചെറിയ പൈസ ഉണ്ടാവുള്ളൂ. ഏറി വന്ന 100-400 രൂപ ഇവിടെ ബില്ല് അടയ്ക്കാനുണ്ടാവും. അത് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു ഏറി വന്ന ഒരാഴ്ചക്കുള്ളിൽ അവരുടെ ഫാമിലി മൊത്തം ഇവിടെ ഉണ്ടാവും. അവർ മൊത്തം ചൂണ്ടയെടുത്ത് ആ ചൂണ്ടയിട്ട് മീനെ പിടിച്ച് എല്ലാവരും നല്ല സന്തോഷപൂർവ്വം പോകും. അന്ന് നമുക്ക് ഒരു ഫണ്ട് അവർ കണക്കാക്കി വരുന്നതാണ്. അത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അവരെ മനസ്സിൽ നമ്മൾ ഇവിടുന്ന് ഈ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് പോയാലും അവർക്ക് നമ്മളെ സഹായിക്കണം, അവിടെ നിന്ന് അങ്ങനെ പോകുന്നത് ശരിയല്ല, അത് അവർക്ക് എന്തെങ്കിലും ഒന്നും കിട്ടിയില്ല എന്നുള്ളൊരു തോന്നലുള്ളതുകൊണ്ട് പിന്നെയും വന്ന് അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ആണ്. അത് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. അത് കാരണം വെച്ചാൽ നമ്മളിപ്പം ചേട്ടൻ്റെ ഒരു എൻട്രി ചാർജും കാര്യങ്ങളും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർ വരാൻ മടിക്കും. 1-2 പ്രാവശ്യം വന്നിട്ട് വെറുതെ എന്തിനാ പോകുന്നവർക്ക്. ഇതിപ്പം വെറുതെ ആണെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആരും വെറും കൈയോടെ പോകത്തില്ല. അതാണ് എൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഞങ്ങളൊക്കെ ചൂണ്ടിട്ട് കാട്ടി കൊടുക്കും, അറിയാത്തവർക്ക് കാണിച്ചു കൊടുക്കും, അറിയാത്തവർക്ക് പിടിച്ചു കൊടുക്കും, ഒക്കെ ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതന്നെ രസമാണ്. നമുക്ക് ഒരു മീനെ നിങ്ങൾ വേഗം പിടിച്ചോ, ഞങ്ങൾക്ക് പിടിക്കണം. ഇത് മറ്റേ നമ്മുടെ പ്രേംജിയുടെ സാധനമാണ്. വാഷ. ഇത് നല്ല ഇതാണോ, ഇതുപോലത്തെ ആണോ നാളെ ഞാൻ പൊരിക്കാൻ പറഞ്ഞു. അതാ ഒരെണ്ണം വേണ്ട. ഇത് ഏതാണ് ഫിഷ്? ആസാം പാള അല്ലേ? ഇതിപ്പോൾ എത്ര കിലോ ഉണ്ടാവും? 3 കിലോ ഉണ്ടാവും. ഓക്കെ. അങ്ങനെ വയസ്സിലൊക്കെ നമുക്ക് മീനെ റെഡിയാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. അപ്പം അത് റെഡിയാകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ചങ്ങാട യാത്രയുണ്ട്. ഇവിടെ 100 രൂപയാണ് ചാർജ്. 4-5 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യമുണ്ട് ഇതിൽ. പിന്നെ ഞാൻ വരുന്നത് താഴെ പോകത്തില്ലല്ലോ. നിങ്ങൾ മനുഷ്യനാണോ? എന്നോട് ചോദിക്കുക, ഐസ്ക്രീം വേണോ ചോദിക്കുക. വയസ്സന്മാരൊന്നും കഴിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഡ്രൈവർ ആയിക്കോളും. പക്ഷേ വണ്ടി റേറ്റ് ചേട്ടാ എങ്ങനെയുണ്ട്? നല്ല അടിപൊളി പരിപാടിയാണ്. ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. സൂപ്പറായിട്ടുണ്ട്.
അടിപൊളി. വയനാട്ടുകാരനാണല്ലോ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. അതെ. അതെ. അല്ലേ? പിലിക്ക് എങ്ങനെയുണ്ട്? സ്വർഗം ഫിഷ് ലാൻഡ് വയനാട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ചങ്ങാട യാത്രയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. പിന്നെ ഇനി അടുത്തത് അവർ ഇപ്പോൾ പിടിച്ച ഫിഷ്, ലൈവ് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. അതും കപ്പയ്ക്കും വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ എന്താണ് സാരഥി, കപ്പിത്താൻ. അങ്ങനെ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം കപ്പ എത്തിയിരിക്കുകയാണ്. കപ്പയുടെ കൂടെ നമ്മുടെ നേരത്തെ ചൂണ്ടയിട്ട് പിടിച്ചിരിക്കുന്ന മീൻ ഫ്രൈ ആക്കിയതും നല്ല മുളകിട്ട് കറി വെച്ചതും ഉണ്ട്. ഇത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുകയാണ്. വാളക്കറിയും ഫ്രൈയും നല്ല ഫ്രഷ് മീനായതുകൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. ചേട്ടാ എങ്ങനെയുണ്ട് കപ്പയും മീൻ കറിയും? നല്ല മീൻകറി, നല്ല മുളകിട്ട മീൻകറി. ഇഷ്ടപ്പെട്ടോ? നന്നായി അബി? ഇഷ്ടപ്പെട്ടു. നല്ല മീൻ കറി, സൂപ്പർ കറി, സൂപ്പർ മീൻ. നന്നായി നമ്മളെ വീട്ടിൽ വെക്കുന്ന പോലെ ചെയ്തിട്ടുണ്ട് അല്ലേ? നല്ല ടേസ്റ്റി അല്ലേ? എന്താണ് ഇനിയും വരാൻ തോന്നുന്നില്ല. അവരുടെ ആ പെരുമാറ്റം നല്ല. കരളെ നിൻ കൈ പിടിച്ച കടലോളം. അങ്ങനെ ഞങ്ങൾ കപ്പയും മീനും ഒക്കെ കഴിച്ചു. ഇവിടെ നമ്മുടെ കൂടെ വേറൊരു ആളുണ്ടായിരുന്നു, ഫിലിപ്പേട്ടനുണ്ട്. ഫിലിപ്പേട്ടൻ ഇപ്പം ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് മീൻ പിടിക്കാൻ പോയിട്ടുണ്ട്. ഫിലിപ്പേട്ടനോട് ചോദിക്കാം ഇവിടുത്തെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് ഫിഷ് ലാൻഡിൽ. ബത്തേരിയിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഇല്ല, അതിനേക്കാളും കുറച്ചുകൂടെ അടുത്താണ്. വളരെ നല്ലൊരു ആംബിയൻ്റ് ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് വന്നു കഴിഞ്ഞാൽ ഫിഷിനെ പിടിക്കാം, അതുപോലെ തന്നെ ഫിഷിനെ പിടിച്ച് അപ്പം തന്നെ നമുക്ക് വറുത്തും തരും. പിന്നെ നമുക്ക് ഒരു ബിസി ആയിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് വളരെ ഒരു ഫ്രീ ആണ്. ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നല്ലൊരു ആംബിയൻ്റ് ആണ്, നല്ലൊരു എന്താ പറയുന്നത്, ഒരു ഓപ്പൺ പ്ലേസ് ആണ്. പിന്നെ ബോട്ടിംഗ് അല്ലാതെ ഒരു ചെങ്ങാടം പോലൊരു ഇതാണ് അതിനകത്ത് നമുക്ക് യാത്ര ചെയ്യാം. പിന്നെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് വെച്ചാൽ ഇവർ ഇപ്പോൾ തൽക്കാലം ഇതിനകത്ത് ഫീസൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് എന്താ പറയുന്നത്, വന്ന് ഈ ഫിഷ് പിടിക്കുന്നതിലൊരു 50 രൂപ സംതിങ് അത്രേ ഉള്ളൂ. അതിൻ്റെ ചൂണ്ടയും പിന്നെ അതിൻ്റെ ഫുഡും എല്ലാം കൂടെ ചേർത്ത്. പിന്നെ ഇവിടെ നല്ല ഫുഡാണ്. ഞാൻ നോക്കിയിട്ട് ഞങ്ങൾ ബത്തേരി സ്ഥിരമായിട്ട് വരുന്ന ആളാണ്. ബത്തേരി മിക്കവാറും വരുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ നിന്നാണ് കഷ്ടപ്പെടാൻ കഴിയും. പക്ഷേ ഇവിടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡാണ്. ഫിഷൊക്കെ നല്ല സൂപ്പർ ഫിഷാണ്. ഫിഷ് കറി ആയിരുന്നു ഉണ്ടായിരുന്നത്, കപ്പയുണ്ടായിരുന്നു. പക്ഷേ നല്ല ഫുഡാണ്, വളരെ നല്ലൊരു പ്രിപ്പറേഷൻ, നല്ല എന്താ പറയുന്ന ഒരു ക്ലീനാണ്. എപ്പോഴും നല്ല ക്ലീനാണ് അവർ. അതുകൊണ്ട് വളരെ ഞങ്ങൾ വളരെ നല്ല എൻജോയ് ചെയ്തു. താങ്ക് യു. ഓക്കെ, ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ഫിലിപ്പ്. എവിടെയാണ് വീട്? ഞാൻ വുഡ്ബ്രയർ എസ്റ്റേറ്റ് എന്ന് പറയുന്ന എസ്റ്റേറ്റ് ഉണ്ട് നിലക്കോട്ടെ. അതിൻ്റെ ഗ്രൂപ്പ് GM ആണല്ലേ? ഓക്കെ. ശരി, ഏതായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു. നോക്കിയെടുക്കണേ, അടിപൊളി തകർപ്പ്. ഏതായാലും പറഞ്ഞ പോലെ തന്നെ ആഗ്രഹം സാധിച്ചു അല്ലേ? പിടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിടിച്ചിട്ടേ പോകത്തുള്ളൂ പിടിച്ച്. അങ്ങോട്ട് വലിച്ച പോരുത്. അപ്പോൾ ഫിലിപ്പേട്ട എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും വളരെ സന്തോഷം. പിടിച്ചിട്ടേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ മുഴുത്തൊരെണ്ണം തന്നെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ സ്വർഗം ഫിഷ് ലാൻഡിൻ്റെ കാഴ്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വയനാട് കാണാൻ വരുന്നവർ തീർച്ചയായിട്ടും സ്വർഗം ഫിഷ് ലാൻഡിൽ വന്ന് ഇവിടുന്ന് മീനൊക്കെ പിടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകണം. അതൊരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ വീണ്ടും കാണാം. ബൈ.